കെ മധു നമുക്കൊപ്പം തുടരുന്നത്. മധു സമാനതകളില്ലാത്ത ജീവിത സപരിയാണ്, മനീഷിയാണ്, വലിയൊരു ഗുരുനാഥനാണ്. മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി ഉൾപ്പെടെ അനുസ്മരിക്കുകയായിരുന്നു, തോമസ് ഐസക് അനുസ്മരിക്കുകയായിരുന്നു. ഇത്രത്തോളം ശിഷ്യ സമ്പത്തുണ്ടായിരുന്ന ഒരു ഗുരുനാഥനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ പേരിലേക്ക് ആ എണ്ണം, ഇതുപോലെ വലിപ്പമുള്ള ആളുകളിലേക്ക് ആ എണ്ണം നമുക്ക് ഒതുക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം, ഒപ്പം അധ്യാപന ജീവിതം, അതിലേക്ക് കൂടി. രതീഷെ, മാഷ്ടെ ജീവിതം പറയുമ്പോൾ, സാനുമാഷ്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യ സമ്പത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ഓർമ്മകളാണ് ഇപ്പോൾ പലരും പറഞ്ഞത്. പക്ഷെ അതിനപ്പുറത്ത് ഏതെല്ലാം അർത്ഥത്തിലാണ് ഒരു ഗുരു വെളിച്ചമായി മാറുന്നത് എന്ന് എല്ലായ്പ്പോഴും മലയാളിക്ക് പറഞ്ഞു തന്ന ഒരാളാണ് അദ്ദേഹം. വേരുകളെ മറന്നില്ല എന്നുള്ളതാണ് എക്കാലവും സാനുമാഷ്ടെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കാണുന്ന ഘടകങ്ങളിലൊന്ന്. ഇതുപോലൊരു കർക്കിടക മാസത്തിലാണ് മലയാളി എല്ലാ ദിവസവും മാതൃഭൂമി പത്രത്തിന്റെ താളുകൾക്കായി കാത്തിരുന്നത്. അത് സാനുമാഷ് അധ്യാത്മരാമായണത്തെ പറ്റി നിരന്തരം എഴുതിയ ആ കാലഘട്ടത്തിൽ, ആ കർക്കിടക മാസത്തിൽ മുഴുവൻ മലയാളി കാത്തിരിക്കുകയായിരുന്നു മാഷ് എന്താണ് എഴുതുന്നത്, മാഷ് എത്രത്തോളം രാമായണത്തെ പറ്റി, മാഷ്ടെ വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നത്. അത്രത്തോളം ഔത്സുക്യത്തോടു കൂടി മലയാളി കാത്തിരിക്കുകയായിരുന്നു. പ്രധാന ശ്ലോകമായി പറയാറുള്ള ആ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം എന്ന ശ്ലോകമൊക്കെ മാഷ അത് വിശദീകരിക്കുമ്പോൾ വരരുചി പറഞ്ഞ അർത്ഥങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരുപാട് പുതിയ വഴികൾ അതിൽ തെളിയുന്നു എന്നതും രാമായണത്തിൽ പുതിയ നക്ഷത്രങ്ങൾ ഉദിക്കുന്നതും മലയാളി കണ്ടു. മാഷ ഇതൊക്കെ പറയുമ്പോഴും സാനുമാഷ് സ്നേഹസാനു എന്ന ആ വലിയൊരു താഴ്വരയായി മാഷ് നിലനിന്നത്. അദ്ദേഹം ഇടപെട്ട ഓരോ മനുഷ്യനും അദ്ദേഹം ഗുരുവായിരുന്നു. 87-ൽ AL ജേക്കബേട്ടൻ എന്ന് എറണാകുളംകാര് എപ്പോഴും സ്നേഹത്തോടെ വിളിച്ചിരുന്ന തലമുതിർന്ന കോൺഗ്രസ് നേതാവിനെ 7 തവണയാണ് അദ്ദേഹം ജയിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ കാലഘട്ടത്തിൽ, കരുണാകരൻ മന്ത്രിസഭയുടെ കാലഘട്ടത്തിലുണ്ടായ കേരള സർവകലാശാലയിലെ മുഴുവൻ അഴിമതികൾക്കും അപ്പുറത്ത് വിദ്യാ പദ്ധതിയെ ശുചീകരിക്കാൻ ശേഷിയുള്ള ഒരാൾ സഭയിലെത്തണം എന്ന് എറണാകുളവും കേരളവും മുഴുവൻ ആഗ്രഹിച്ച ഒരു കാലമായിരുന്നു അത്. കേരളത്തിന്റെ മറ്റ് പലയിടത്തു നിന്നും മാഷ്ട ശിഷ്യന്മാര് എറണാകുളത്ത് പോയി യോഗം വിളിക്കുന്നതൊക്കെ അത്ര സജീവമായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. അതിന്റെ തുടർച്ചയിലാണ് മാഷ് ജയിച്ചു കയറുന്നത്. അത് എല്ലാവരെയും അമ്പരപ്പിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോഴും സൗമ്യമായി മാഷ് അതിനെ നേരിട്ടു. അതിന് അപ്പുറത്ത് മാഷ്ടെ എഴുത്ത്, രാമായണത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ, മാഷ്ടെ അവസാനത്തെ പുസ്തകം ഇപ്പോൾ പുറത്തു വന്നതേ ഉള്ളൂ. കുന്തി എന്നാണ് ആ പുസ്തകത്തിന്റെ, ആ നോവലിന്റെ പേര്. അവിടെയും മാഷ്ടെ ഭാഷയുടെ ആ പ്രസാദ പൂർണിമ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന്. ഈ ഘട്ടങ്ങളിലെല്ലാം മാഷ് എഴുതുന്നത് എന്തുമാകട്ടെ, ഇപ്പൊ ചെങ്ങമ്പുഴ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളായി തിളങ്ങിയവർക്കൊക്കെ സാനുമാഷും സ്നേഹഭാജനമായിരുന്നു. മാഷ് ചെങ്ങമ്പുഴ കവിതയെ എത്ര മനോഹരമായിട്ടാണ് ആ പുസ്തകത്തിൽ എഴുതുന്നത്. ചെങ്ങമ്പുഴ എത്ര മലയാളി വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി മലയാളി ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ ആശ്ലേഷിക്കുന്നത് ആ സ്നേഹഭാജനം വായിക്കുമ്പോഴാണ്. ഈ മാഷ എല്ലാ കൃതികളിലും തിളങ്ങി നിൽക്കുന്നതും ഈ ചൈതന്യം തന്നെയായിരുന്നു. ബഷീറിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം എങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനിയായ ബഷീർ, യാത്രക്കാരനായ ബഷീർ, അവധൂതനായ ബഷീർ, അനൽ ഹക്കിനെ പറ്റിയൊക്കെ ബഷീർ എഴുതണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം ആ വിധത്തിൽ മറ്റൊരു അവധൂതന് മാത്രമേ അത്തരം ഒരു ചിന്തയിലേക്ക് കടന്നെത്താൻ കഴിയൂ എന്ന് സാനുമാഷ് ബോധ്യപ്പെടുത്തുമ്പോഴാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഒരു മനുഷ്യന്റെ എഴുത്ത് മലയാളിയുടെ ഏതേത് ആഴങ്ങളെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് മലയാളി തിരിച്ചറിയുന്നത്. ശരിയാണ്. ഇത്രമേൽ ആഴത്തിൽ ജീവിതങ്ങളെ നോക്കിക്കണ്ട, സാഹിത്യത്തെ നോക്കിക്കണ്ട, ലോകത്തെ നോക്കിക്കണ്ട പ്രൊഫസർ MK സാനു, അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് അല്പം മുമ്പ് എത്തിയത്. കെ മധു ആണ് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അനുഭവങ്ങൾ വിശദീകരിക്കുന്നത്.